കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ചുണ്ടത്തുമ്പലിൽ പ്രവർത്തിക്കുന്ന എക്കോ ക്രഷർ യൂണിറ്റിലേക്ക് പ്രദേശവാസികൾ സർവകക്ഷിയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് CPIM കാരശ്ശേരി നോർത്ത് ലോക്കൽ സെക്രട്ടറി K. ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ചുണ്ടത്തുമ്പലിൽ പ്രവർത്തിക്കുന്ന എക്കോ ക്രഷർ മാനേജ്മെന്റ് എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും കാറ്റിൽ പറത്തി പ്രദേശത്തെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള സമീപനം സ്വീകരിക്കുന്നതായി ആരോപിച്ചാണ് പ്രദേശവാസികൾ സർവകക്ഷി നേതൃത്വത്തിൽ ക്രഷർ യൂണിറ്റിലേക്ക് മാർച്ച് നടത്തിയത്. ക്രഷറിലേക്ക് കരിങ്കൽ കൊണ്ടുവരുന്നത് പഞ്ചായത്തിന്റെ റോഡ് ഉപയോഗിച്ചാണെന്നും 200 അടിയിലധികം ഭാരമുള്ള വാഹനങ്ങൾ പഞ്ചായത്ത് റോഡിൽ കൂടി പോകരുതെന്ന് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനം നിലനിൽക്കുകയാണെന്നും എന്നാൽ ക്രഷർ മാനേജ്മെന്റ് റോഡിൽ കൂടി ടൺ കണക്കിന് കരിങ്കൽ കൊണ്ടുപോവുകയാണെന്നും പ്രദേശവാസികൾ പറയുന്നു. വിൽക്കാൻ പാടില്ലാത്ത ആദിവാസി ഭൂമി ഉൾപ്പെടെ വിലയ്ക്ക് വാങ്ങിയും രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ ക്രഷർ പ്രവർത്തിച്ച് ജനങ്ങളെ ആകെ ബുദ്ധിമുട്ടിക്കുകയാണെന്നും നാട്ടുകാർ പറഞ്ഞു. നിയമം പൂർണ്ണമായും പാലിച്ചുകൊണ്ട് പ്രാദേശിക ഡ്രൈവർമാർക്ക് മുൻഗണന നൽകിക്കൊണ്ട് മാന്യമായ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. മാർച്ച് CPIM കാരശ്ശേരി നോർത്ത് ലോക്കൽ സെക്രട്ടറി K. ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. നിയമപരമായി പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ ആദിവാസികളുടെ ഭൂമി വാങ്ങുക? കാരശ്ശേരി പഞ്ചായത്തിന്റെ റോഡ് നിങ്ങൾ ഉപയോഗിക്കുകയാണ്. കാരശ്ശേരി പഞ്ചായത്തിന്റെ റോഡ് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് പഞ്ചായത്തിന്റെ ഭരണസമിതിയോ സെക്രട്ടറി അധികാരം തന്നിട്ടുണ്ടോ? 3 മീറ്റർ വരുന്ന റോഡിൽ എത്ര ടൺ ഭാരം കയറ്റിയ വാഹനം പോകാൻ പറ്റും? അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് 10 ചക്രവും 8 ചക്രവും ഉള്ള വാഹനങ്ങളിൽ ടൺ കണക്കിന് സാധനം കൊണ്ടുപോകാൻ ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നത്? മൻസൂർ പറമ്പൻ അധ്യക്ഷനായി. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സമാൻ ചാലൂളി, സജി തോമസ്, KK നൌഷാദ്, മുജീബ് കർണാടൻ, ശ്രീകുമാർ പാറത്തോട്, സുനീർ കണ്ടത്തിൽ, റഫീഖ്, നജീബ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.